ഹായ്. അപ്പോൾ എല്ലാവരും വരും. ഇന്ന് ഞാനൊരു 4 മണിക്കത്തെ ചായക്കടിയും കൊണ്ടുവന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. ഒരു കപ്പ് പാല്, ഒരച്ച് വെല്ലം ഒരുക്കിയതാണ്, പിന്നെ കുറച്ച് റവ, 2-3 സ്പൂണ് തേങ്ങ, ഒരു നേന്ത്രപ്പഴം, ഒറ്റൊരു നേന്ത്രപ്പഴമുള്ളൂ, പിന്നെ 2 ഏലക്ക പൊടിച്ചതും, ഇത്രയും മതി. കുറച്ച് നെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ടേക്ക് നമുക്ക് ആ പഴം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പഴം ഉണ്ടല്ലോ, അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. നല്ലോണം നെയ്യിൽ അലുത്ത് വരണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ട, പഴം നല്ല ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. അത് നല്ല രസമാണ്. 4 മണിക്ക് കുട്ടികൾ സ്കൂളിലൊക്കെ വരുമ്പോഴേക്കൊക്കെ ചായക്കടി കൊടുക്കാനൊക്കെ ഇത് ഉണ്ടാക്കിയാൽ നല്ലതാണ്. കുട്ടികൾക്ക് പഴവും ഒക്കെ നല്ല സാധനങ്ങളാണല്ലോ. അപ്പോൾ ദോശയുള്ള സാധനമൊന്നുമില്ല, അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിലേക്ക് 1 കപ്പ് റവ എടുത്ത് വെച്ചിരുന്നല്ലോ, അതെടുത്തിട്ട് ആ പഴം ഉടഞ്ഞ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പഴവും റവയും കൂടി നന്നായിട്ട് വറക്കുക. അപ്പോൾ ഈ റവയും പഴത്തിൽ കിടന്നിട്ട് ഈ റവ നല്ല മിക്സായി വന്നു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച വെല്ലം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ആളുള്ളതിനനുസരിച്ച് നമുക്ക് 2 പഴമാണെങ്കിൽ കുറച്ചുകൂടി സാധനങ്ങൾ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇനി നേരത്തെ നമ്മൾ എടുത്ത് വെച്ച പാലില്ലേ, 1 ഗ്ലാസ് പാല്, അതും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങ ഇട്ട് കൊടുക്കുക അതിലേക്ക്, പിന്നെ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലോണം ഈ പാനിൽ നിന്ന് നമുക്കിത് വിട്ട് വരുന്ന പരുവം വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാനതൊന്നും ഇട്ട് കൊടുക്കണില്ല. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. കണ്ടോ, പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ഒന്ന് ചൂടാറണം. നമ്മൾ കൈ പിടിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ കൈപ്പൊള്ളി പോകില്ലേ, അപ്പോൾ അതിൽ കൈ കൊണ്ട് തൊടാൻ പാകത്തിനൊന്ന് തണുക്കണം. അപ്പോൾ അതാ ഏകദേശമൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കാം. പിന്നെ ഞാനിത് ഒരു കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കിയത്, ആ വീഡിയോ മിസ്സായി പോയതാട്ടോ, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഒക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റ് ഇതിലേക്ക് ഇതേ രൂപത്തിൽ ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്തെടുക്കുക. ആകും പുറമൊന്ന് ആ നെയ്യിൽ മൊരിച്ചിട്ട് നല്ല രസമാണ്. 4 മണിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.